ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടും കണ്ടൻറ്റ് വീഡിയോ ചെയ്തിട്ടൊക്കെ ഒന്നുമല്ല. എനിക്ക് തീരെ വയ്യായിരുന്നു, പനിയായിരുന്നു, ചുമ, ജലദോഷം എല്ലതും ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഒരു ദിവസം, തീരെ വയ്യാതിട്ട്. അപ്പോൾ കണ്ടൻറ്റ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതെൻ്റെ വീട്ടിലേക്ക് പോകണ അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. മോർണിംഗിൽ രാത്രിയൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് ഇവിടെ കേട്ടോ. എല്ലാവരും പറയും ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴി കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, മെയിൻ റോഡൊക്കെ എത്തി. ഒരുപാട് ഉള്ളിലേക്ക് പോവാണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ 2-3 കാര്യത്തിന് പുറത്തിറങ്ങിയതാണ്. ഉമ്മാൻ്റെ പെൻഷൻ വന്നിട്ടുണ്ട്, അത് വാങ്ങണം. അത് തറവാട്ടിലാണ് വരിക, അത് വാങ്ങണം. പിന്നെ നമ്മളൊരു കുഞ്ഞു പൂച്ചനെ വാങ്ങാൻ പോവുകയാണ് കേട്ടോ. നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഒരു കുഞ്ഞു പൂച്ചനെ, നമ്മുടെ പേർഷ്യൻ ക്യാറ്റാണ്, വാങ്ങാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ മൂത്ത മോന്, ജയ്മോന് ചിരിക്കണൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്, കുറേയിലെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് തറവാട്ടിലേക്കുള്ള വഴി. ഇവിടുന്ന് പെൻഷനൊക്കെ വാങ്ങി, പിന്നെ എൻ്റെ യൂട്യൂബിൽ ഒരു പിൻ നമ്പർ വരാനുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങോട്ടാണ് വരിക, ലെറ്റേഴ്സും പെൻഷനൊക്കെ. അപ്പോൾ ഇവിടുന്ന് അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ പൂച്ചനെ എടുക്കാൻ പോവുകയാണ്. പൂച്ചനത് അവിടെ നിന്നാണ് എടുക്കണത് കേട്ടോ. അവരെ വീട്ടിലേക്കാണ് നടന്നുകൊണ്ട് പോണത്. എനിക്ക് മൂത്ത മോനും കാറിലിരിക്കുകയാണ്, അവർ വന്നിട്ടില്ല. നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് പൂച്ചനെ വാങ്ങണത്. അവിടെ മുളകൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. അവിടുത്തെ ഉമ്മ അവിടെ ഇരിക്കണുണ്ട്, തിണ്ടുമ്മേൽ ഇരിക്കണുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോണ പൂച്ചകൾ ഇതാ, ഇയാളെയാണ് നമ്മൾ വാങ്ങണത്. ആ ഗ്രേയും വൈറ്റും ഒക്കെ കൂടെ ഉള്ള കളർ മിക്സ് ചെയ്തതിനാണ് നമ്മൾ വാങ്ങണത്. ഇത് അതിൻ്റെ ബാക്കി സഹോദരന്മാരാണ്, അതിൻ്റെ അച്ഛനാണ് അപ്പുറത്ത്, ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ പല ഐറ്റം പൂച്ചകളുണ്ട്. അപ്പോൾ അവർക്ക് നോക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞാനൊരു നമ്പർ താഴെ കൊടുക്കാം, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. പ്രാവുകളുണ്ട് ആ വീട്ടിൽ. അപ്പോൾ അവിടെ ഉമ്മക്ക് നോക്കാൻ വയ്യ എന്നാണ് പറയണത്. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ അവിടെ പ്രസവിച്ചതാണ് കേട്ടോ. ഇന്നലെ 2 ദിവസമായി തോന്നുന്നു പ്രസവിച്ചതാണ്. പേർഷ്യൻ കാറ്റ് തന്നെയാണ്. 2 വെള്ള പൂച്ചക്കുട്ടികളാണ് കേട്ടോ. അതിൻ്റെ അമ്മയാണ് അതിലിരിക്കണത്, ആ കൊട്ടയിലിരിക്കണത്. ഇതാണ് ഉപ്പ, ഇത് ഉപ്പ, അത് ഉമ്മ. ഇതാണ് നമ്മൾ വാങ്ങണത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ വാങ്ങണത്. അവർ പ്രൈസ് പറഞ്ഞ് നമുക്ക് ഓക്കെ ആയപ്പോൾ നമ്മൾ ഇതിനെയാണ് വാങ്ങണത്. ബാക്കിയുള്ളതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുമെന്ന് വിചാരിക്കണം. അവരെല്ലാത്തിനും സെയിൽ ചെയ്യാൻ വെക്കുകയാണ് അത്ര. അങ്ങനെ നമ്മൾ വാങ്ങി വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇതാ ബാക്കിൽ ഉമ്മാൻ്റെ മടിയിലാണ് ആളുള്ളത്. ഇനി ആൾക്ക് കുറച്ച് ചില്ലറ സാധനങ്ങളോട് വാങ്ങാനുണ്ട്. കൂട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അവൻ്റെ ഫുഡും പിന്നെ കുറച്ച് ബെൽറ്റുമേലൊരു ചെറിയൊരു കിങ്ങിണി പോലെയൊക്കെ തൂക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കടയിൽ കയറിയതാണ്. അവിടെ പല സാധനങ്ങളുണ്ട്. ഈ പെറ്റ്സിൻ്റെ A to Z സാധനങ്ങൾ ആ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പോരാത്തതിന് ഫിഷും ക്യാറ്റും, ചെറിയൊരു പെറ്റ് ഷോപ്പ് തന്നെയാണ് അത്. അവിടെ ബാക്കി സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്, പല ഐറ്റം ഫിഷ് ഉണ്ട്. പിന്നെ അവിടെ ഉണ്ട് 2-3-4 ഐറ്റം പൂച്ചകൾ, ഊട്ടി, പേർഷ്യൻ ഒക്കെ ആയിട്ട്. നല്ല റെസ്റ്റിലാണ് എല്ലാവരും. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. കിളികൾ, ലവ് ബേർഡ്സ്, പ്രാവ് എല്ലാവരും ഉണ്ട് അവിടെ. ഒക്കെ മിക്സഡാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അവനെ ബിസ്മിയൊക്കെ ചൊല്ലി വീട്ടിലൊക്കെ കയറ്റി.
ഇപ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. ചെറിയ മക്കളുള്ള വീടല്ലേ, അപ്പോൾ പെട്ടെന്നൊക്കെ ഒന്ന് ചാടിപ്പോയി പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ബെൽറ്റൊക്കെ അത്യാവശ്യമായിട്ട് വരും നമ്മളെ കൂടെ കൊണ്ടുപോകാൻ. പിന്നെ തന്നെ അവൻ്റെ വാങ്ങിയ സാധനങ്ങളാണ് നെയിൽ കട്ടർ, പിന്നെ അവരെ വേസ്റ്റൊക്കെ പോവാൻ പാത്രത്തിലിട്ട് കൊടുക്കണതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അവൻ്റെ ഫുഡ് ഐറ്റംസാണ്, ഇത് വേസ്റ്റ് കോരാനുള്ളൊരു പാത്രമാണ്. പിന്നെ അവൻ്റെ ഫുഡ് ഐറ്റംസാണ്, ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ സിപ്പപ്പ് ഉണ്ട്. സിപ്പപ്പ് എന്ന് പറയും, നമ്മൾ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്, ആദ്യമായിട്ടല്ല നമ്മൾ വാങ്ങണത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഉപയോഗം, ഇതൊക്കെ ഉപയോഗിച്ചവർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴാണ് എങ്ങനെയൊക്കെ കൊടുക്കുക എന്നൊക്കെ അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാറ്റിൻ്റെ പേര് മിന്നു എന്നാണ്, ആൾ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വ്ളോഗ്സും പിന്നെ കണ്ടൻറ്റ് വീഡിയോസും ഒക്കെ വരാറുണ്ട്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.